കൊയ്ത്തു കഴിഞ്ഞിട്ടും നെല്ല് സംഭരണം നടത്താത്തതിനെതിരെ പാലക്കാട്ട് കർഷക പ്രതിഷേധം. എലപ്പുള്ളി കർഷക കോൺഗ്രസ് പാലക്കാട് പാഡി മാർക്കറ്റിംഗ് ഓഫീസറെ ഉപരോധിച്ചു. നെല്ല് സംഭരണവും വില നൽകലും വാഗ്ദാനം മാത്രമാക്കി സർക്കാർ കർഷകരെ തുടരെ വഞ്ചിക്കുകയാണെന്ന് സമരക്കാർ ആരോപിച്ചു. നിരവധി തവണ മന്ത്രിതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും പരാതി ഉന്നയിച്ചിട്ടും പരിഹാരമാവാത്തതിനെ തുടർന്ന് നെല്ല് സംഭരണം സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിലും പരാതി ഉന്നയിച്ചിരുന്നു. നെല്ലെടുക്കാൻ എഴുതാൻ ആളില്ല, ചീട്ട് തരാൻ ആളില്ല. ഒരാളുണ്ടായിരുന്നു, അവർ നിർത്തി. പിന്നെ ഒരാൾ വിട്ടു തരാമെന്ന് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇവര്. കൊടുവായൂര് അതന്നെ പ്രശ്നം. കൊടുവായൂരാണ് നെല്ല് എടുത്തതിൻ്റെ PRS കിട്ടാൻ വഴിയില്ല. പിന്നെ അത് വേണം, ആവശ്യമുണ്ട്. ഞങ്ങൾക്ക് പൈസ കിട്ടണമെങ്കിൽ അത് വേണമല്ലോ, അതിന് വേണ്ടിയിട്ടല്ല. കൊയ്തിട്ടൊക്കെ 2 മാസമായി, 2 മാസം കഴിഞ്ഞു. കെട്ടിവെച്ചിരുന്നു. എടുത്തു നെല്ല് PRS കിട്ടാൻ വഴിയില്ല. 1764 ഹെക്ടർ കൃഷിയുള്ള എലപ്പുള്ളി പഞ്ചായത്തിൽ കൊയ്ത്തു കഴിഞ്ഞ 99% പാടശേഖരത്തിലെയും നെല്ല് സൂക്ഷിക്കാൻ കഴിയാതെ കർഷകർ ദുരിതമനുഭവിക്കുകയാണ്. സർക്കാർ വഞ്ചനയ്ക്ക് പുറമെയാണ് സ്വകാര്യ മില്ലുടമകൾ കർഷകരെ ചൂഷണം ചെയ്യുന്നത്. സർക്കാരും സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥരും ചേർന്ന് കർഷകരെ കണ്ണീര് കുടിപ്പിക്കുകയാണ്. എന്തോ മഴയില്ലാത്ത കാര്യം ഞങ്ങൾ പിടിച്ചു നിൽക്കുകയാണ്. മഴ വന്ന പാടത്ത് കിടക്കണം കുറേ നെല്ല്. ഞങ്ങൾക്ക് സൂക്ഷിക്കാനുള്ള സ്ഥലങ്ങളൊന്നുമില്ല. ഒന്നാമത്. രണ്ടാമത് പാവങ്ങളാണ്, ചെറുകിട കർഷകരാണ് ഞങ്ങളുടെ സമിതിയിൽ കൂടുതലുള്ളവർ. കൊടുവായൂർ പാടശേഖരത്തിൽ കൊടുവായൂരുള്ളവർ നിറയെ പേര് പാവങ്ങൾ, ചെറിയ കർഷകരാണ്. അതുകൊണ്ട് അത് സൂക്ഷിക്കാൻ വരെ ഓരോരുത്തർക്ക് കളോ കൃഷിയോ ഇതൊന്നുമില്ല. അതുകൊണ്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല. മഞ്ഞച്ചീട്ട് പോലും മഞ്ഞച്ചീട്ടാണ് തരാൻ ആദ്യം തരുന്നത്, എന്നിട്ടാണ് മില്ലുകാർ വരിക. പാടത്തിപ്പോൾ ഏകദേശം 2 മാസത്തോളമായി പാടത്തും പറമ്പത്തും ഒക്കെ കിടക്കുന്നുണ്ട്. മഴ പെയ്താൽ മുളയ്ക്കും, അതിന് തർക്കമൊന്നുമില്ല. മുളച്ചാൽ എടുക്കില്ല. അത് പണ്ട് ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, അയാൾ കുഴപ്പമില്ല, അയാളൊക്കെ നല്ല നിലയ്ക്ക് എടുത്തിട്ട് പോയി. അത് പണ്ടത്തെ കൂട്ടം. ഇപ്പോൾ അത് ആരുമില്ല. ഇപ്പോൾ നെല്ലെടുക്കാനോ നെല്ലിൻ്റെ എന്താ കാര്യം എന്ന് അറിയാനോ ആരുമില്ല. പുതുശ്ശേരി കൃഷിഭവൻ എന്നാണ്. ഞങ്ങളുടെ നെല്ല് മാസങ്ങളായിട്ട് നെല്ല് അടുക്കി വെച്ചിട്ട് ഒന്നും എടുക്കാൻ വന്നിട്ടില്ല. മില്ലുകാരോട്ട് തീരുമാനം എടുത്തിട്ടില്ല. അതുകൊണ്ട് ഇന്ന് മില്ലുകാരനെ അന്വേഷിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. കഴിയുന്നതും വേഗം നെല്ല് കൊണ്ടുപോകാൻ വേണ്ട സംവിധാനങ്ങൾ ചെയ്തു തരണം എന്നേ പറയാനുള്ളൂ. കർഷകർ മഴ പെയ്തു കഴിഞ്ഞാൽ നല്ല നാശമാണ്. മുറ്റത്തും പാടത്ത് പറമ്പിലാണ് അടുക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് കഴിയുന്നതും ഗവൺമെൻറ് ഒരു തീരുമാനം കൊടുക്കണം, സപ്ലൈക്കോ ഒരു തീരുമാനം കൊടുക്കാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഓരോ കൊയ്ത്ത് സീസണിലും നടക്കാത്ത വാഗ്ദാനങ്ങളും നടപ്പിലാക്കാൻ കഴിയാത്ത നിബന്ധനകളുമാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് എന്നും കർഷക കോൺഗ്രസ് ഭാരവാഹികൾ ആരോപിച്ചു. നെല്ല് സംഭരണം ത്വരിതമാക്കാനുള്ള നടപടി സ്വീകരിക്കാമെന്ന പാഡി മാർക്കറ്റിംഗ് ഓഫീസറുടെ ഉറപ്പിനെ തുടർന്നാണ് ഏറെ നേരം നീണ്ട ഉപരോധം അവസാനിപ്പിച്ചത്. ഉപരോധ സമരത്തിന് എലപ്പുള്ളി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് D. രമേശൻ, കർഷക കോൺഗ്രസ് ഭാരവാഹികളായ രവീന്ദ്രൻ, V. മോഹൻദാസ്, മണികണ്ഠൻ, രാജലിംഗം, M. സുനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി. UTV ന്യൂസ്, പാലക്കാട്.